നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണ്. ഭഗവാൻ ഉറങ്ങണ സമയത്ത് അർജുനനും ദുര്യോധനും കൂടെ ഭഗവാനെ കാണാൻ പോയ കഥ. ഭഗവാൻ എണീറ്റ് നോക്കിയപ്പോൾ കാലിന്റെ അടുത്ത് അർജുനുണ്ട്, തലഭാഗത്ത് ദുര്യോധനുണ്ട്. ഞാൻ ആദ്യം വന്നെന്ന് പറഞ്ഞ് ചെറിയ കലഹമൊക്കെ ഉണ്ടാവും രണ്ടുപേരും തമ്മിൽ. അതിനുശേഷം ഭഗവാൻ ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടത്? രണ്ടുപേരും പറയും, ഞങ്ങളുടെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യണം ഭഗവാനെ. ഭഗവാൻ പറയുന്നു, ഈ യുദ്ധത്തിന് ഞാൻ പങ്കെടുക്കില്ല, ഞാൻ ആയുധം എടുക്കില്ല. നിങ്ങൾ രണ്ടുപേരും എൻ്റെ ബന്ധുജനങ്ങളാണ്, അതുകൊണ്ട് യുദ്ധം ചെയ്യാത്ത എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. ദുര്യോധനൻ പറഞ്ഞു, ഊണ് കഴിക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഓൾറെഡി ഉണ്ട്. ഊണ് കഴിക്കാനും പഴംപൊരി കഴിക്കാനും ചായ കുടിക്കാനും വേണ്ടി മാത്രം, കലവറയ്ക്ക് വരാൻ വേണ്ടി മാത്രം ഇവിടെ ഒരാൾ ഞങ്ങൾ അപ്പോയിന്റ് ചെയ്യണില്ല. വേറെ ഓപ്ഷൻ എന്താ ഉള്ളത്? എൻ്റെ സേനയുണ്ട്, നാരായണ സേന ഗംഭീരാണ്, ഇത്ര അക്ഷൗണിയുണ്ട്, വേണമെങ്കിൽ അതെടുക്കാം, അത് മതി എന്ന് പറഞ്ഞു. അർജുനോടും ചോദിച്ചു, എന്നെ വേണോ? ഞാൻ ഒന്നും ചെയ്യില്ല, വെറുതെ ഇരിക്കുകയുള്ളൂ, മുടക്കാച്ചരക്കാണോ, താല്പര്യമുണ്ടോ? മതി, എന്തില്ലെങ്കിലും കൃഷ്ണ അങ്ങേ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഏതാണ് ശാശ്വതമായിട്ട് നിന്നത്? നാരായണ സേന കാറ്റുപോയി. കൃഷ്ണൻ ഉണ്ടായിരുന്ന പാണ്ഡവർക്ക് അന്തിമമായിട്ടുള്ള വിജയം ഉണ്ടായി. അതുകൊണ്ട് ഓൾവേസ് എക്സ്പെക്ട് ലോർഡ് കൃഷ്ണ. എപ്പോഴും ഭഗവാനെ എക്സ്പെക്ട് ചെയ്യുക, ഭഗവാനെ പ്രതീക്ഷിക്കുക, ഭഗവാനെ കിട്ടാൻ വേണ്ടി പണിയെടുക്കുക. അതല്ലാതെ ഭഗവാനിൽ നിന്ന് കിട്ടാൻ വേണ്ടി പണിയെടുക്കരുത്. എന്ത് കൊടുക്കുമ്പോഴും അതിന് കണക്ക് സൂക്ഷിച്ചാൽ ആ കണക്ക് നിങ്ങൾ ഒരു ദിവസം പറയേണ്ടി വരും ഭഗവാന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട്. നിങ്ങളെ കൊണ്ട് പറയിക്കും ഭഗവാൻ. ആ കുട്ടിക്ക് നല്ല വികൃതി കൂടുതലാണ്, ഇപ്പോഴേ മനസ്സിലായിക്കോളൂ. പക്ഷെ ഭഗവാനോട് നിങ്ങൾ ചോദിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങൾക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ എൻ്റെ അമ്മ എന്നോട് ഫോൺ ചെയ്തിട്ട് പാല് വാങ്ങിയിട്ട് വാടാ എന്ന് പറയണത്, അതുപോലെ പറയാൻ പറ്റണം ഭഗവാനോട്. കൃഷ്ണ, എനിക്ക് ജോലി വേണം, കുറെ നാളായി കല്യാണം കഴിയാണ്ട് നടക്കുന്നുണ്ട്, എനിക്കൊരു ഭാര്യ വേണ്ടേ. ഓപ്പണായിട്ട് സംസാരിക്കാം ഭഗവാനോട്. ഓപ്പണായിട്ട് സംസാരിക്കണവരെ വലിയ ഇഷ്ടമാണോ? മറച്ചു വെക്കാതെ സംസാരിക്കുക, ഉള്ളു തുറന്ന് നിഷ്കളങ്കായിട്ട് സംസാരിക്കുക. പൈസ വേണമെന്നുണ്ടെങ്കിൽ പൈസ വേണമെന്ന് പറയുക, അല്ലാണ്ട് ഒരു തുളസിമാല ചാർത്തിയിട്ട് പൈസ തരണമെന്ന് പറയാതിരിക്കുക. ബിസിനസ് ആക്കി മാറ്റരുത്. ഫ്രാങ്ക് ആയിട്ട് ചോദിക്കുക, ഭഗവാനെ ഇന്ന ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എനിക്കുണ്ട്, ഇത്ര രൂപ നാളെ ബാങ്കിൽ അടയ്ക്കണം, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് ഒന്നും കൊടുക്കാതെ പ്രാർത്ഥിച്ചാവും, ഒരു കുഴപ്പമില്ല. ദയവായി എന്തെങ്കിലും കൊടുത്തിട്ട് ഇതിന് പകരം കൃഷ്ണ എനിക്കിത് തരണമെന്ന് പറയരുത്. ഭഗവാൻ നമ്മുടെ വേലക്കാരനോ നമ്മളെ കയ്യിൽ നിന്ന് എന്തോ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളല്ല. ആകെ പ്രതീക്ഷിക്കുന്നത് സ്നേഹമാണ്. ഒന്നും കൊടുത്തില്ലെങ്കിലും സ്നേഹിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഗുരുവായൂരപ്പന്റെ ഭക്തിയിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണത്. പ്രശ്നമാണ്, ഒരേപോലെ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് ചിട്ടകൾ വേണ്ട, ശുദ്ധിയിൽ അധികം പ്രശ്നങ്ങൾ ഭഗവാൻ പറയില്ല, ഒരുപാട് മെറ്റീരിയൽസ് വേണമെന്നില്ല, ആകെ ഭക്തിയുള്ളൊരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. സ്വന്തം അമ്പലത്തിന്റെ വില മനസ്സിലാവാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോവുക, എന്നിട്ട് ഗുരുവായൂരപ്പനെ തൊഴുത്, ഗണപതി ഭഗവാനെ തൊഴുത്, നിങ്ങൾ മറ്റേ താമരക്കണ്ണനൊക്കെ തൊഴുണ്ടെങ്കിൽ അവിടെയൊക്കെ തൊഴുതതിന് ശേഷം ആ പുറകിലുള്ള അനന്തശയനത്തിന്റെ ഒരു വിഗ്രഹം ഉണ്ട്, കണ്ടിട്ടുണ്ടാവും ഗുരുവായൂരപ്പന്റെ ശ്രീകോവിലിന്റെ നേരെ പുറകിൽ. അവിടെ ആ മേൽശാന്തി പ്രസാദം കൊടുക്കണതിന്റെ ഇടത് ഭാഗത്തായിട്ട് ഇരുന്നിട്ടുകൊണ്ട് നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. സാധാരണഗതിയിൽ ഒരാൾക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ചൊല്ലി തീർക്കാൻ പറ്റില്ല നിങ്ങളെ കൊണ്ട്. എന്തുകൊണ്ട്? 10 മിനിറ്റ് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ പറയും, ഇനി പുറത്തിറങ്ങിയിട്ട് ബാക്കി ജപിച്ചാൽ മതി, ഇവിടെ ഇരിക്കേണ്ടെന്ന്. അത്രേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ അത്ര സമയം ഇരിക്കാൻ പറ്റുള്ളൂ, വേറെ നിർത്തിയില്ല. അതിപ്പോ അവരെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നിങ്ങളെ ഇവിടെ ആര് പിടിച്ചു മാറ്റും? ഈ അമ്പലത്തിൽ വരോ? അവരെത്ര നേരം വേണമെങ്കിലും നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു തരും. നിങ്ങൾക്കിപ്പോൾ തോന്നുകയാണ് ഗുരുവായൂരപ്പന് ഒരു മഞ്ഞ ഉടുപ്പ് നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് തുന്നി സമർപ്പിക്കണം, ഞാൻ കൊടുക്കണ ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് എൻ്റെ ഉണ്ണിയെ കാണണം, രാവിലെ നട തുറക്കണ സമയത്ത് ഞാൻ കൊടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കണത് കാണണം. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് ഗുരുവായൂർ പോയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഡ്രസ്സ് അവിടെ ചാർത്തില്ല, പഠിക്കൽ വെക്കാം, അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കില്ല, അത് എടുത്ത് മാറ്റി വയ്ക്കുക, അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറയും. ഗുരുവായൂരപ്പൻ എടുക്കുന്നുണ്ട്, അതിൽ തർക്കമില്ല. ഗുരുവായൂരപ്പൻ നമ്മൾ സ്നേഹത്തോടെ കൊടുക്കുന്ന എന്തും, പത്രം പുഷ്പം ഫലം ധോ എന്ന് ഭഗവാൻ പറയുന്നു, ഭക്തിയോടുകൂടി എന്ത് കൊടുത്താലും ഗുരുവായൂരപ്പൻ എടുക്കും. പക്ഷെ നിങ്ങൾക്ക് ആ വിഗ്രഹത്തിൽ ചാർത്തി കാണാൻ പറ്റില്ല. പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു സാധനം, നിങ്ങളൊരു തുളസിമാല കൊടുത്താലും, നിങ്ങളൊരു താമര കൊടുത്താലും, നിങ്ങളൊരു വെണ്ണ കൊടുത്താലും, നിങ്ങൾ എന്ത് കൊടുത്താലും, എനിക്കൊന്ന് കദളിപ്പഴം മാത്രം അവിടെ നേതൃത്വത്തിന് ഉപയോഗിക്കും തോന്നുന്നു, ബാക്കി ഒന്നും ഉപയോഗിക്കില്ല. നിങ്ങൾ കൊടുക്കുന്ന പാല് പോലും ഉപയോഗിക്കില്ല. പല സ്ഥലത്തുള്ള പാലാ വരണം, അതെല്ലാം കൂടെ ചേർത്ത് ഒഴിച്ചാൽ പിരിയെന്ന് പറഞ്ഞിട്ട് അത് ഉപയോഗിക്കില്ല, മാറ്റിവെക്കും. എന്ത് കൊടുത്താലും എടുക്കില്ല. സ്വർണത്തിന്റെ ഒരു മാല കൊടുത്താൽ ഉറപ്പായിട്ടും കൊണ്ടേ ചാർത്തി കാണിക്കും, അത് പിന്നെ വേറെ വഴിയില്ല. പക്ഷെ നിങ്ങളുടെ ഈ നാട്ടിലെ മേശാന്തിയോട് നിങ്ങൾ പോയി പറയുകയാണ്, നാളെ ഞാനൊരു മഞ്ഞപ്പട്ട് കൊണ്ടുവന്ന് ചാർത്തു എന്ന് വെച്ചാൽ ഇവിടെ എടുക്കുമല്ലോ.
കുറച്ച് വെണ്ണ നിങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടെന്ന് പറയുകയാണ്, ഇതാ എനിക്കിത് നേദിച്ച് തരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നേദിക്കുമല്ലോ. നിങ്ങളെ വീട്ടിൽ ആദ്യം ഉണ്ടായിട്ടുള്ള കദളിക്കൊല അതൊന്നൊരു ചീർപ്പ് പഴം എടുത്തിട്ട് ഒരു ഇലയിലാക്കിയിട്ട് ഇത് എന്റെ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ കൊണ്ടേ സമർപ്പിച്ചാൽ അത് നേദിച്ച് നിങ്ങൾക്ക് തിരിച്ചു തരും. സ്വന്തം നാട്ടിലെ അമ്പലത്തിന്റെ വില മനസ്സിലാക്കൂ. ഇവിടെ ഒരാളും പിടിച്ചു തല്ലില്ല, ഇവിടെ ഒരാളും മതിയെന്ന് പറയില്ല, ഇവിടെ ഒരാളും നീങ്ങൂ 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 എന്ന് പറയില്ല. എത്ര നേരം വേണമെങ്കിലും നിൽക്കാം. അതാണ് സ്വന്തം നാട്ടിലെ അമ്പലത്തിന്റെ വില.